ഈ കാണുന്നതല്ല നമ്മുടെ ക്രേ ഫിഷുകളുടെ ട്രേകളിലും ബോക്സുകളിലും നമ്മളിന്ന് വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്തുള്ള കുഞ്ഞുങ്ങൾ വലിയ സൈസ് ആയിട്ടുള്ളതാണ്. നമ്മൾ എല്ലാ ആഴ്ചയിലും വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അതായത് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും, പെട്ടെന്ന് തന്നെ അവർ ഷെല്ല് കാര്യങ്ങളൊക്കെ പൊഴിച്ച് വലിയ സൈസിലേക്ക് ആയിട്ടുണ്ടായിരിക്കും. മുമ്പ് ടോട്ടൽ നമുക്ക് 3 വലിയ സൈസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെ നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നറുകളിൽ മാറ്റി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വാട്ടർ ചേഞ്ചിൽ കിട്ടിയ 5 എണ്ണത്തിനെയാണ് ഈ സെപ്പറേറ്റ് കണ്ടെയ്നറുകളിൽ നമ്മൾ ഇട്ടിട്ട് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് റെഡ് ക്ലോ ക്രേ ഫിഷുകളുടെ കുഞ്ഞുങ്ങളാണ്. ഏത് വെറൈറ്റി എന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ്. അത്യാവശ്യം ഫാസ്റ്റായിട്ടാണ് ഇവർ സൈസ് വയ്ക്കുന്നത്. ഈ കാണുന്ന ബോക്സുകളിലും അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ട്രേകളിലും കാര്യങ്ങളിലെല്ലാം വാട്ടർ ചേഞ്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വെള്ളവും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കി ചെടികളൊക്കെ ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നേരത്തെ കാണിച്ച ബോക്സുകൾ കൂടാതെ ഈ ട്രേകളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ച ബോക്സുകളിലും ട്രേകളിലൊക്കെയാണ് നമ്മൾ ഓരോ ആഴ്ച വന്ന് ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയ സൈസിനെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഇടുകയാണ് ചെയ്യുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് ഭീഷണിയാണ് ഈ വലിയത് ചെറുതിനെ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ കൈയും കാലൊക്കെ ഒടിക്കുകയും ചിലപ്പോൾ അവർ കൊന്ന് തിന്നുകയും ചെയ്യും. അപ്പോൾ അത്തരം കേസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് വലിയ സൈസുകളെ മാറ്റുന്നത്. ഇങ്ങനെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു ദിവസം വാട്ടർ ചേഞ്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ദിവസം നമുക്ക് കുറച്ച് പണിയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ചെടികൾ മൊത്തം നമുക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റണം. എന്നിട്ട് അതിനകത്ത് കേടായിട്ടുള്ള ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഫ്രഷ് ചെടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ചെടികളുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ അടിഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള എന്തെങ്കിലും വേസ്റ്റ്, ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സൈഫൺ ഉപയോഗിച്ച് വലിച്ച് കളഞ്ഞ് ഫ്രഷ് വെള്ളം അടിച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ട്രേകളിലും ചെയ്യേണ്ടതുണ്ട്. ഒറ്റയടിക്ക് എല്ലാത്തിലും നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ അത്യാവശ്യം സമയം എടുക്കാറുണ്ട് ഈ ഒരു വർക്കിന്. ബാക്കി മീനുകളെ കെയർ ചെയ്യുന്ന പോലെയല്ല, ഈ ക്രേ ഫിഷുകളുടെ കെയറിങ് കുറച്ച് നമ്മൾ ടൈം ആൻഡ് എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ 5 എണ്ണത്തിനെ നമ്മൾ ഈ 3 ചെടിച്ചട്ടികളിൽ 3 എണ്ണത്തിനെ ഇടുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബ്ലാക്ക് 2 കണ്ടെയ്നറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 എണ്ണത്തിനെയും ഇട്ട് കൊടുക്കാനായിട്ടാണ് പോണത്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ചെടിച്ചട്ടികളിലേക്കും ഇവിടെ ഇരിക്കുന്ന ആ 2 ബ്ലാക്ക് കണ്ടെയ്നറുകളിലേക്കുമാണ് താൽക്കാലികമായിട്ട് ഇവരെ നമ്മൾ ഇടാനായിട്ട് പോണത്. ഇവർക്ക് കൂടുതലും നല്ലത് നേരത്തെ കാണിച്ച ട്രേകളാണ്. ട്രേകളിലാകുമ്പോൾ അത്യാവശ്യം കിടന്ന് നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അത്യാവശ്യം സൈസ് വയ്ക്കാനൊക്കെ ആ ട്രേകളിൽ സാധിക്കും. ഒറ്റയ്ക്ക് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ കാണിച്ച സ്പേസുകളിൽ നമുക്ക് ഇവരെ ഇടാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് വലിയ സൈസിനെ ട്രാൻസ്ഫർ ചെയ്ത കണ്ടെയ്നറുകളാണ്. ഈ റെഡ് കണ്ടെയ്നറിൽ നമ്മളൊരു വലുതിനെ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിൽ നേരത്തെ കാണിച്ച ആ ഒരു ട്രേക്കകത്തും നമ്മൾ കണ്ടില്ല, ആ മുകളിലൊരു ബ്ലൂ ട്രേ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരെണ്ണത്തിന്. പിന്നെ ഒരെണ്ണം നേരത്തെ കാണിച്ച ട്രേകളിൽ ആദ്യത്തെ ട്രേയിലും ഒരു വലുതിനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണത്തിന് ഓൾറെഡി മുമ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ 5 എണ്ണം ടോട്ടൽ വലിയ സൈസിൽ 8 എണ്ണത്തിന് നമ്മളിപ്പോൾ സെപ്പറേറ്റ് കണ്ടെയ്നറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.